നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഡിവൈൻ എന്ത് ആണ് തീരുമാനിച്ചിരിക്കുന്നത്? റിലേഷൻഷിപ്പിന്റെ ഡെസ്റ്റിനി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ 3 കാർഡ്സ് ഞാൻ നോക്കാതെ തന്നെയാണ് എടുക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക കേട്ടോ. ഇത് 3-ല് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക. 1, 2, 3 കാർഡ് നമ്പർ മനസ്സിൽ വിചാരിച്ചാലും മതി. അതിൽ നോക്കാം നമുക്ക് ഡെസ്റ്റിനി എന്താന്നുള്ളത്. എടുക്കട്ടെ. കാർഡ് നമ്പർ 1 ഡെസ്റ്റിനി എന്താണ്? റീയൂണിയൻ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായി റീയൂണിയൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പാണ്. മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പടി മുന്നോട്ട് പോയി ഒരു പെർമനൻറ്റ് യൂണിയനിൽ എത്തുന്നതായിട്ട്, ഒരു വിവാഹം അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. പരസ്പര സ്നേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. കാർഡ് നമ്പർ 2 എംപറസ്. വെരി ഗുഡ്. കാർഡ് നമ്പർ 2യുടെയും ഡെസ്റ്റിനി ഒന്നിച്ചൊരു ജീവിതം തന്നെയാണ്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. കാർഡ് നമ്പർ 2കാരുടെ കാര്യത്തിലും ഡിവൈൻ നല്ല ഡെസ്റ്റിനി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാർഡ് നമ്പർ 3 ചൂസ് ചെയ്തവർക്കായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് വേണമെങ്കിൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരാം. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പല കാര്യങ്ങൾ തടസ്സങ്ങളിൽ പെട്ട് അവർ തൽക്കാലം റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീരുമാനമെടുക്കാതെ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് കുറച്ചു കാലം കൂടി അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഓക്കെ.